റോമാലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കുകയും അല്പമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുകയും ചെയ്യാം. റോമാലേഖനം 1-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വേദഭാഗം. അനീതിയോട് സത്യത്തിൽ നടക്കുന്ന മനുഷ്യരുടെ സകല അനീതിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ദർശനങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതായിരിക്കേണ്ടത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ പൗലോസ് ആരംഭിക്കുന്നത് The wrath of God is being revealed from heaven. ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു. സുവിശേഷത്തെക്കുറിച്ച് അത് ആർക്കൊക്കെ അത് ആവശ്യമായിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ എന്തുകൊണ്ട് അതാവശ്യമായിരിക്കുന്നു എന്ന വിഷയം പൗലോസ് തുടർന്ന് പറയുകയാണ്. Why we need to be saved from our sins. ആ കാര്യമാണ് ഈ 1-ാമത്തെ അധ്യായം 18 മുതൽ 3-ാം അധ്യായം അതിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വ്യക്തമാക്കുന്നത്. നമ്മൾ വായിച്ചതാകുന്ന ഈ വേദഭാഗം ശ്രദ്ധിച്ചാൽ ആ തിരുവചന ഭാഗത്ത് നിന്ന് അനേക കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. അനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വിശേഷിച്ച് നമ്മൾ വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചാൽ പ്രധാനമായിട്ട് നമ്മളവിടെ കാണുന്നത് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു. എന്താണ് ദൈവത്തിൻ്റെ കോപം എന്ന് നമ്മൾ വ്യക്തമായും മനസ്സിലാക്കണം. 2, എന്തിനെതിരെയാണ് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. Against what the wrath of God is being revealed. 3, എങ്ങനെയാണ് ആ കോപം വെളിപ്പെടുന്നത്? It is being revealed. ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രസക്തമാണ്, വളരെ പ്രസക്തമാണ്. പൗലോസ് പറയുന്ന ഒരു വാക്യം നമ്മളവിടെ ശ്രദ്ധിച്ചാൽ, they are without excuse. ആ പദം ആവർത്തിച്ച് നമ്മൾ വായിക്കണം. അവർക്ക് പ്രതിവാദമില്ല. Why they are without excuse? എന്തുകൊണ്ട് അവർക്കൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റുകയില്ല? അതിൻ്റെ കാരണം, nobody can plead innocence before God. Right from a cannibal in some remote place to a most educated person in a university, no one and nobody, according to Paul, can propose an excuse and escape the wrath of God. അതായത് വളരെ ദൂരെയുള്ള ഒരു വനാന്തരത്തിൽ പാർക്കുന്ന ഒരു നരഭോജി തുടങ്ങി ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടറിന് വരെ അവർക്കാർക്കും ദൈവസന്നിധാനത്തിൽ ആ ദിവസം പ്രതിവാദം ഉണ്ടാകുകയില്ല. അതാണ് പൗലോസ് പറയുന്ന കാര്യം. They are without excuse. അതിൻ്റെ കാരണം എന്നാ? ആർക്കും
ആർക്കും തന്നെ ഞങ്ങൾ ഇന്നസെൻ്റ് ആണ്, ഞങ്ങൾക്കിതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ നിഷ്കളങ്കരാണ് എന്ന് പറയാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ആർക്കും തന്നെ no one can plead ignorance before that court. ആ കോർട്ടിൻ്റെ മുൻപാകെ ഞാൻ ഇഗ്നോറൻ്റ് ആണ് എന്ന് പറയുവാൻ ആർക്കും പറ്റുകയില്ല. അത് ഈ ലോകത്തിലെ ലോയും അങ്ങനെ തന്നെയല്ലേ. ഒരു ജഡ്ജിൻ്റെ മുൻപ് നിൽക്കുമ്പോൾ നീ കുറ്റം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അത് കുറ്റമാണെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ ജഡ്ജി വെറുതെ വിടുവോ? വിടുകയില്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു കുറ്റത്തിൽ പിടിക്കപ്പെട്ടു, ജഡ്ജിൻ്റെ മുമ്പാകെ നീക്കുക, ഇനി ഞാൻ ശിക്ഷ വിധിക്കാൻ പോകാം, ഡിഫൻഡൻറ്റിന് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം നമ്മൾ പറയുക, ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. നടക്കുമോ? നടക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഒരു ഹ്യൂമൻ കോർട്ടിൽ അതാണ് കാര്യമെങ്കിൽ സകലരെയും സകല ഹൃദയങ്ങളെയും ഓരോ വ്യക്തിയുടെ അവസ്ഥയും നന്നായി അറിയാവുന്ന സർവാധികാരിയും സർവജ്ഞാനിയും എല്ലായിടത്തും അവിടുത്തെ സാന്നിധ്യവുമുള്ള ദൈവസന്നിധാനത്തിൽ ആർക്കും ആ ദിവസം പറയാൻ പറ്റുകയില്ല, വി ഡിഡ് നോട്ട് നോ ദിസ്. പ്രിയപ്പെട്ടവരെ, അതാണ് നാം ഇവിടെ തുടർന്ന് കാണുന്നത്. സ്തോത്രം. ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് ആരംഭിക്കുന്നത് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, സുവിശേഷത്തിൽ എ റൈച്ചസ്നെസ് ഫ്രം ഗാഡ് ഈസ് റിവീൽഡ്. സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. സിംപിളി അതിൻ്റെ മീനിങ്, when somebody believes savingly in the Lord, he or she is a beneficiary of the divine righteousness. ദൈവത്തിൻ്റെ ആ സൗജന്യമായ നീതിയുടെ ഒരു ഗുണഭോക്താവാകുകയാണ് ഒരുവൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ആ നീതിയുടെ ഒരു ഗുണഭോക്താവാകുക, ഫ്രീലി, സൗജന്യമായിട്ട്. ആ നീതിയെക്കുറിച്ചാണ് സുവിശേഷം വെളിപ്പെടുത്തുന്ന നീതി. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് ഞാൻ മുൻപോട്ട് പോകാം. നമ്മൾ കൃത്യസമയത്തിന് മുൻപേ നിർത്തും. അതുകൊണ്ട് ഐ നീഡ് യുവർ അറ്റൻഷൻ. ആ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പല മുഖങ്ങൾ അതിനുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ നീതി എന്ന് നമ്മൾ കണ്ടു. അത് രക്ഷയിലും ദൈവനീതി നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ശിക്ഷണത്തിലും ദൈവത്തിൻ്റെ നീതി കാണുന്നു. അത് സുവിശേഷത്തിൽ, വിശേഷിച്ച് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ദൈവം പാപികളെ രക്ഷിപ്പാനായിട്ട് ദൈവം തൻ്റെ നീതിയിൽ, ആ സാൽവേഷൻ എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം ഓഫർ ചെയ്യുന്ന ഒന്നാണ് എന്ന് നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് ഈ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ നീതി എന്ന് വിശേഷിക്കപ്പെടുന്നത് NIV-യിലൊക്കെ നമ്മൾ കാണുന്നത് എ റൈച്ചസ്നെസ് ഫ്രം ഗോഡ്, ദൈവത്തിങ്കൽ നിന്നുള്ള ആ നീതി. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ച് നമുക്ക് പെട്ടെന്ന് ആ ഭാഗം മുൻപോട്ട് കടന്നു വരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പിയർ നോക്കുക, അവിടെ ശ്രദ്ധിക്കണം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും എൻ്റെ സ്വന്തം നീതിയല്ല, നോക്കുക, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം ആർക്ക് നൽകുന്ന നീതി?
വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി എന്ന് പറഞ്ഞാൽ ദൈവമുൻപാകെ നമ്മൾ കുറ്റക്കാർ. ആ കുറ്റക്കാരെ ക്രിസ്തുവിൽ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയംഗമായി ഒരുവൻ വിശ്വസിക്കുമ്പോൾ അല്ലെ ആശ്രയിക്കുമ്പോൾ ഗോഡ് ഡിക്ലെയർസ് ഹിം റൈച്ചസ്. അവനെ നീതിമാനായിട്ട് ദൈവം പ്രഖ്യാപിക്കുക. ആ നീതിയാണ് സുവിശേഷത്തിൽ വെളിപ്പെടുന്ന ആ ദൈവനീതി. ആ ദൈവനീതി പ്രവൃത്തിയാലല്ല, പിന്നെയോ വിശ്വാസത്താലും വിശ്വാസത്തിനായിക്കൊണ്ടും. എന്നിട്ട് ഹബക്കുക്ക് പ്രവചനത്തിലെ ഒരു കൊട്ടേഷൻ എടുക്കുകയാണ്. ഹബക്കുക്ക് 2:4 എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സോ പ്രവൃത്തിയാലല്ല, പിന്നെങ്ങനെയാ? വിശ്വാസത്താലുള്ള നീതി. ആ നീതിയാണ് എന്ത് ചെയ്യുന്നത്? സുവിശേഷത്തിൽ വെളിപ്പെടുന്നത്. ആകട്ടെ, നമുക്ക് വളരെ പെട്ടെന്ന് മുൻപോട്ട് പോകാം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസിൻ്റെ ആ സസ്റ്റൈൻഡ് ലോജിക് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ബൈ ദ വേ, മലയാളം വേദപുസ്തകത്തിൽ ഒരു പദം എന്തുകൊണ്ടോ മിസ്സാകുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഞാൻ ഓർത്തൊരു പക്ഷേ ചില മാനുസ്ക്രിപ്റ്റ്സിൽ ആ ഒരു കൺജങ്ഷൻ പദം ഒറിജിനലി ഇല്ലാത്തത് കൊണ്ടാകാം മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത ആ മാനുസ്ക്രിപ്റ്റ് ഉപയോഗിച്ചപ്പോൾ അതിനകത്തില്ലാത്തത് കൊണ്ടാകാം അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ കരുതി. പക്ഷേ അങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പഠനത്തിൽ. ആ ഒറിജിനൽ ഭാഷയിലുള്ള ഏറ്റവും റിലയബിളായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികളിലെല്ലാം ഈ ഒരു പദമുണ്ട്. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 സെൻറ്റൻസുകളെ തമ്മിൽ അതിൻ്റെ അർത്ഥം കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പദമുണ്ട്, കൺജങ്ഷൻ. ഗ്രാമാറ്റിക്കലി അത് പറയുന്നത് മലയാളത്തിൽ സംയോജിത പദമെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞു വന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ അത് പറഞ്ഞു വന്നേച്ച് ആൻഡ് ബിക്കോസ് എന്നൊക്കെ ഉപയോഗിക്കുന്ന ആ പദം മലയാളം വേദപുസ്തകത്തിൽ ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ് മിസ്സിങ്. പക്ഷേങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇംഗ്ലീഷ് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏത് ട്രാൻസ്ലേഷൻ എടുത്താലും ആ ഒരു പദം കാണാം, ഫോർ എന്നുള്ള ആ പദപ്രയോഗം നമുക്ക് കാണാം. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷം എന്നുള്ളത് ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്, രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഫോർ എന്തുകൊണ്ടെന്നാൽ 17-ാം വാക്യം, ആ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതിയാണ് വെളിപ്പെടുന്നത്. മനസ്സിലാക്കണം, സാൽവേഷൻ ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ഫോർ എ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഈസ് റിവീൽഡ് ഇൻ സാൽവേഷൻ. അപ്പോൾ എന്തുകൊണ്ട് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു? അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു. എന്തുകൊണ്ട് അതാവശ്യമാകുന്നു? 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെയും തുടങ്ങുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ശ്രദ്ധിക്കണം, ആ സസ്റ്റൈൻഡ് ലോജിക് ശ്രദ്ധിക്കണം. രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. എന്തുകൊണ്ട്? അത് ദൈവത്തിൻ്റെ നീതിയാകുന്നു. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ നീതി ആവശ്യമായി വരുന്നു? അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നതിന് കാരണം എന്താ? എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ മഹത്വം അവിടുത്തെ സൃഷ്ടിയിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഒന്നുകൂടെ ആ കാര്യം മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോമിൽ പൗലോസ് പറയുക 16-ാമത്തെ വാക്യത്തിൽ, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലെന്ന് പറയുക. നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് പൗലോസേ അത് നിനക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്ത? അതിൻ്റെ കാരണം അത് വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. നമ്മൾ ചോദിക്കുന്നു,
അതെങ്ങനെയാ പൗലോസേ വിശ്വസിക്കുന്ന ഏവനും അത് ദൈവശക്തിയാകുന്നത്? അതിൻ്റെ കാരണം സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഗോഡ്സ് വേ ഓഫ് ജസ്റ്റിഫൈയിങ് സിന്നേഴ്സ്, പാപികളെ ദൈവം നീതീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ടാണ്, വൈ ഇറ്റ് ഈസ് നെസസറി പോൾ, എന്തുകൊണ്ടാണ് അത് ആവശ്യമായിരിക്കുന്നത്? അടുത്ത വാക്യം, മനുഷ്യന്റെ സകല അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു. അതിൻ്റെ കാരണം അവർ സത്യത്തെ എന്ത് ചെയ്തു? അവർ സപ്രസ്ഡ് ദ ട്രൂത്ത്, അതായത് സത്യത്തെ അവരെന്ത് ചെയ്യുന്നു? തടുക്കുന്നു. എങ്ങനെയാ പൗലോസെ അവർ സത്യത്തെ തടുക്കുന്നത്? അതിൻ്റെ ഉത്തരം പൗലോസ് കൊടുക്കുകയാണ്. അവൻ്റെ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടിക്ക് മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വേദഭാഗം ഒന്ന് ചിന്തിക്കാനായിട്ട് പോകുകയാണ് തുടർന്നുള്ള ചുരുക്കം ചില മിനിറ്റുകളിൽ. ഒന്ന്, എന്താണ് ഈ ദൈവത്തിൻ്റെ കോപമെന്ന് പറഞ്ഞാൽ? ദൈവകോപമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവകോപം എന്ന് പറയുന്നത് നാം പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ മനുഷ്യനുണ്ടാകുന്ന കോപമല്ല ദൈവത്തിൻ്റെ കോപം. മനുഷ്യൻ്റെ കോപം സംഭവിക്കുന്നത് പലപ്പോഴും അത് നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്യുമ്പോഴാണ് മനുഷ്യന് പലപ്പോഴും കോപം ഉണ്ടാകുന്നത്. നിശ്ചയമായിട്ടും നീതിയുള്ള കോപം ഉണ്ട്, പക്ഷെ അത് വളരെ ചുരുക്കമാണ്. നീതിയുള്ള കോപം വളരെ ചുരുക്കമാണ്. വേദപുസ്തകത്തിൽ നമ്മൾ നീതിയുള്ള കോപം വായിക്കുന്നുണ്ട്. ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ നമ്മുടെ കർത്താവ്. ക്ലാസിക്കൽ പഴയ നിയമത്തിലുമുണ്ട്. കാരണം കർത്താവിനോട് നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നീ മറ്റുള്ളവരെ രക്ഷിച്ചല്ലോ, നിന്നെ തന്നെ രക്ഷിക്കുക, അവൻ ദൈവപുത്രനെന്ന് പറഞ്ഞല്ലോ. കർത്താവിന് കഴിവില്ലാഞ്ഞിട്ടാണോ ആ ആണിയും പറിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വരാൻ കഴിവില്ലാത്തവനൊന്നും അല്ല കർത്താവ്. ഇഫ് ദ ലോർഡ് വാണ്ടഡ് ദാറ്റ് ടു ഹാപ്പൻ, കർത്താവിനത് കഴിയുമായിരുന്നു. അവർ പറഞ്ഞത് അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയത്തില്ലെന്ന്. സത്യത്തിൽ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാത്തതല്ല. ഹി ഡിഡ് നോട്ട് സേവ് ഹിംസെൽഫ് സോ ദാറ്റ് അതേഴ്സ് മേ ബി സേവ്ഡ്. താൻ തന്നെത്താൻ രക്ഷിച്ചില്ല, കാരണം മറ്റുള്ളവർ രക്ഷിക്കപ്പെടേണ്ടതിന്. എന്നാൽ പേഴ്സണലായിട്ട് കർത്താവിനെ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഒരു മനോഹരമാകുന്നൊരു ഗാനമുണ്ട്, പഴയ ഗാനം. അയ്യോ മഹാ ആശ്ചര്യം ഇതയ്യോ. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാ: ലോകത്തിൻ്റെ സൃഷ്ടിതാവ്. അതിൻ്റെ വരികൾ ഭയങ്കര മനോഹരമാണ്. പീലാത്തോസൊക്കെ ചോദ്യമൊക്കെ ചോദിക്കുമ്പം ഒരു മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ അവിടുന്ന് നിൽക്കുക. അതിനെക്കുറിച്ച് പാട്ടുകാരൻ പറയുക, അയ്യോ മഹാ ആശ്ചര്യമിതയ്യോ. എന്തോ ആശ്ചര്യ. കാരണം പുഴുവെന്ന ആ പാട്ടിൽ പിലാത്തോസിനെ റെഫർ ചെയ്യുന്നത്. പുഴുവാകുന്ന പിലാത്തോസ് ഇതൊക്കെ പറയുമ്പം മിണ്ടാതെ നിൽക്കുക. എന്നാൽ റൈറ്റ്സസ് ആങ്കർ എന്താണെന്ന് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ജാതികളുടെ പ്രാകാരത്തിൽ അതിനെ വാണിഭശാലയാക്കിക്കൊണ്ട് ആടും കാളയും മണി ചേഞ്ചേഴ്സും എല്ലാം കൂടെ നിറഞ്ഞിരിക്കുന്ന ആ ദൈവാലയത്തെ കണ്ടുകൊണ്ട് കർത്താവിനാ പറഞ്ഞേ എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം, നിങ്ങളോ അതിനെ വാണിഭശാലയാക്കി. എന്നിട്ട് എന്ത് ചെയ്തു?
കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി. Nobody is as angry as the Lord when the Lord's temple was desecrated. അല്ലേ? ദൈവത്തിൻ്റെ അന്നത്തെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആലയം അത് ഡെസിക്രേറ്റ് ചെയ്യപ്പെട്ടപ്പം ഇത്ര കോപിഷ്ഠനാകുന്ന ഒരു മനുഷ്യനെ നമ്മളാരും കാണുന്നില്ല. അതിൻ്റെ പേരാ റൈച്ചസ് ആങ്കർ. ഇത് പഴയ നിയമത്തിലും കാണുന്നുണ്ട്. മോശ എന്ന് പറയുന്ന മനുഷ്യൻ, അവനോട് പറയാ, മോശയെ കൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, ഞങ്ങളിൽ കൂടെ സംസാരിച്ചിട്ടില്ലയോ? ഹൂ ഡു യു തിങ്ക് യു ആർ? നീ ആരാണെന്നാണ് നീ ചിന്തിക്കുന്നത്? അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് അറിയാം, മോശ സർവഭൂതലത്തിലുമുള്ള എല്ലാ മനുഷ്യരെക്കാളും സൗമ്യനായിരുന്നെന്നല്ല, ആദിസൗമ്യനായിരുന്നു. എന്നാൽ അതേ സമയം ദൈവസന്നിധാനത്തിൽ നിന്നും ആ കൽപ്പനകൾ റിസീവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ അതേ കൽപ്പനകൾ ലംഘിക്കപ്പെടുന്നത് കണ്ടപ്പം there was nobody like Moses who was so angry. മോശയെ പോലെ കോപിഷ്ഠനാകുന്ന ഒരുവനെ കാണുന്നില്ല. ഇതിൻ്റെ പേരാ റൈച്ചസ് ആങ്കർ എന്ന് പറയുന്നത്, നീതിയുള്ള കോപം. പക്ഷെ ഇത് വളരെ റെയറാണ്. പലപ്പോഴും മനുഷ്യൻ്റെ കോപം എന്താണെന്നറിയോ? അൺറൈച്ചസാണ്, അനീതിയുള്ളതാണ്. അതുകൊണ്ടാണ് കോപത്തോടുള്ള ബന്ധത്തിലാണ് പോള് എഫേസർക്ക് ലേഖനം എഴുതുമ്പം പറഞ്ഞിട്ടുണ്ട്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, വാണിംഗ് കൊടുക്കുക. എന്നിട്ട് തഴോട് പറഞ്ഞു വരുമ്പം അവിടെ പറഞ്ഞിട്ടുണ്ട്, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ ദിസ് ഈസ് സോ റിലേറ്റഡ്. കോപവും പിശാചിനിടം കൊടുക്കുന്നതും തമ്മിൽ വളരെ റിലേറ്റഡ് ആണ്, വളരെ ബന്ധപ്പെട്ടിരിക്കുക. അത് സഭയിലുണ്ടായാലും അങ്ങനെ തന്നെയാണ്, കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുണ്ടായാലും അങ്ങനെ തന്നെയാണ്. അനാവശ്യമായിട്ട് കോപിച്ച് ദൈവികമാകുന്ന കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന പങ്കാളികളോട് കോപിച്ച് ഈഗോയുടെ വിഷയത്തിൽ ഞാൻ പറയുന്ന കാര്യം കേട്ടോണം പ്രിയപ്പെട്ടവരെ, നമ്മൾ മാനസാന്തരപ്പെടണം. Why don't we forgive just as Christ forgave? ഞാൻ ഈ പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ വൈഫ് കേൾക്കും കേട്ടോ, അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് റൈച്ചസ് ആങ്കർ ഉണ്ട്, അൺറൈച്ചസ് ആങ്കർ ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ സവിശേഷത എന്താണെന്നറിയാം? ദൈവം ഒരിക്കലും he never loses his hands. ആ പിടിയൊന്നും വിട്ട് പെട്ടെന്നൊരു ഫിറ്റ് ഓഫ് റേജിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു കോപമൊന്നുമല്ല. ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. എവിടെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രമാണവും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹിമയും എവിടെ ലംഘിക്കപ്പെടുമോ അവിടെ ദൈവം കോപിഷ്ഠനാകും. റൈറ്റ്ലി സോ, അത് നിശ്ചയമായും ശരിയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. 2, എന്തിനെതിരെയാണ് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വായിക്കുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പോൾ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ആയിട്ട്, മനഃപൂർവമായിട്ട് ദൈവത്തിൻ്റെ വെളിപ്പാടിനെതിരെ ഒരു മനുഷ്യൻ കമ്മിറ്റ് ചെയ്യുന്ന ഒരു പാപത്തെക്കുറിച്ചാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അവരങ്ങനെ തന്നെ അങ്ങ് നിശ്ചയിച്ചു. deliberately decided to disobey God.
even though some illumination, some revelation of God's truth is already there, but somebody decides against the revealed light from God. ദൈവത്തിങ്കിൽ നിന്നും ലഭിച്ച ആ പ്രകാശത്തിനെതിരെ അങ്ങ് ഡിസൈഡ് ചെയ്യുകയാണ്. എന്താണ് ഇവിടെ പൗലോസ് പറയുന്ന ഈ സത്യമെന്ന് താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ അടുത്ത വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നുണ്ട്. 19ഉം 20ഉം വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ, ഫോർ വാട്ട് മേ ബി നോൺ എബൌട്ട് ഗോഡ്. അതിൻ്റെ അർത്ഥം വാട്ട് ഈസ് നോവബിൾ, അറിയാൻ കഴിയുന്ന, പരിമിതരാകുന്ന മനുഷ്യർക്ക് അപരിമിതനാകുന്ന ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ അറിയാനായിട്ട് കഴിയുമോ അത് ഇറ്റ് ഈസ് പ്ലെയിൻ ആൻഡ് ഓപ്പൺ. അതിൻ്റെ കാരണം എന്താ? അത് ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. എന്താ ദൈവം അവർക്ക് വെളിവാക്കിയത്? 20-ാം വാക്യം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്ന് വായിച്ചോളൂ. 20-ാം വാക്യം. അവന്റെ നിത്യശക്തിയും ആ ദിവ്യത്വവുമായും ആ അവന്റെ അദൃശ്യലക്ഷണങ്ങൾ ആ ലോകദൃഷ്ടി മുതൽ ആ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി. നോക്കുക, മറ്റു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കാണാൻ കഴിയാത്തവനാകുന്ന ദൈവം, അദൃശ്യനാകുന്ന ദൈവം, നമ്മളവിടെ വായിക്കുന്ന കാര്യം, അവൻ്റെ നിത്യ ശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യമായ ലക്ഷണങ്ങൾ, ദൃശ്യമായതിൽ കൂടെ ദൈവം കാണുവാൻ കഴിയുന്നതിലൂടെ ദൈവം എന്ത് ചെയ്തു? വെളിപ്പെടുത്തിയല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. എപ്പോഴാണെന്നറിയാമോ? ഒരു പീസ് ഓഫ് ആർട്ട് കാണുമ്പോൾ സംബഡി ഹാസ് ഡ്രോൺ ഇറ്റ്, ആരോ അത് വരച്ചു, അപ്പോൾ സംബഡി ഈസ് ദർ. ആ ഒരു തിരിച്ചറിവ് ദൈവം എന്ത് ചെയ്യുന്നു? തൻ്റെ സൃഷ്ടിയിൽ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. 19-ാമത്തെ സങ്കീർത്തനത്തിൽ ഈ ഒരു റെവലേഷനെ കുറിച്ചാണ്, വെളിപ്പാടിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ കുറിച്ച് അതിനെ 2 കാറ്റഗറിയിൽ വേദപുസ്തകം വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ജനറൽ റെവലേഷൻ, പൊതുവായ വെളിപ്പാട്. നോക്കണം, പൊതുവായ വെളിപ്പാട് ദൈവം ആർക്ക് കൊടുത്തു? എല്ലാവർക്കും കൊടുത്തു, സകല മനുഷ്യർക്കും കൊടുത്തു. ആ വെളിപ്പാടില്ലാത്ത ഒരു നിരീശ്വരവാദിയും ലോകത്തിലില്ല. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനറിയാം സംബഡി ദർ. പക്ഷെ അവൻ എന്ത് ചെയ്യുക? മനഃപൂർവ്വം അതിനെ സപ്രസ് ചെയ്യുക, മനഃപൂർവ്വം അതിനെ തടുക്കുക. പക്ഷെങ്കിൽ എല്ലാവർക്കും അറിയാം, ഒരു സിവിലൈസേഷനുമായിട്ട് ബന്ധമില്ലാത്ത കിരാതന്മാരായിട്ട് ജീവിക്കുന്ന, നരഭോജികളായിട്ട് ജീവിക്കുന്നവർക്കും അറിയാം സംബഡി അപ്പ് ദർ. ആരോ മുകളിലുണ്ട്, ആരോ ആ മലയിലുണ്ട്, ആരോ ഈ വൃക്ഷത്തിലുണ്ട്, ആരോ ഉണ്ട്, എവിടെയോ ഉണ്ട്. പക്ഷെ ആരാന്നറിയത്തില്ല. അതാവശ്യം. അവിടെയാ സുവിശേഷം. നോക്കുക, അതാണ് ജനറൽ റെവലേഷൻ. ജനറൽ റെവലേഷൻ. ആ ജനറൽ റെവലേഷൻ ലഭിച്ച, അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രബോധനം പറഞ്ഞ് അങ്ങ് മുൻപോട്ട് പോകാം. ആ പൊതുവായ റെവലേഷൻ കിട്ടിയ ഒരു നരഭോജിക്ക് പോലും ദൈവസന്നിധാനത്തിൽ ആ ദിവസം എക്സ്ക്യൂസ് ഇല്ലെങ്കിൽ, പ്രതിവാദമില്ലെങ്കിൽ, നമുക്ക് കിട്ടിയത് എന്താ? ജനറൽ റെവലേഷൻ അല്ല, പിന്നെന്താണെന്നറിയാമോ? സ്പെഷ്യൽ റെവലേഷനാണ്. ജനറൽ റെവലേഷനും സ്പെഷ്യൽ റെവലേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നറിയോ? ജനറൽ റെവലേഷൻ അത് രക്ഷയ്ക്കുള്ള സന്ദേശം അതിനകത്ത് അതിലേക്ക് നയിച്ചേക്കാം, അതൊരു തുടക്കമാകാം. പക്ഷെങ്കിൽ അതിനകത്ത് ആ കാര്യമില്ല. ഈ ജനറൽ റെവലേഷൻ എന്നുള്ളത് ദൈവം പ്രകൃതിയിൽ വച്ചിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ്
ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എന്നിട്ട് പറയുക, അത് വാക്കും ഭാഷണവും ഇല്ലാതെ എപ്പോഴും അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാ ജനറൽ റെവലേഷൻ. ആ ജനറൽ റെവലേഷൻ, പൊതുവായ വെളിപ്പാട് കിട്ടിയവന് എന്തില്ല? ദർ ഈസ് നോ എക്സ്ക്യൂസ്, പ്രതിവാദമില്ല. അങ്ങനാണെങ്കിൽ അതിൻ്റെ താഴോട്ട് വരുമ്പം വേറെ ഒരു വെളിപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. നോക്കുക, മറ്റേത് തികവുള്ള റെവലേഷൻ അല്ല, സമ്പൂർണമാകുന്ന വെളിപ്പാടല്ല. പക്ഷെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണം എന്താ? തികവുള്ള വെളിപ്പാട്. എന്നിട്ട് പറയുക, അടിയൻ അതുകൊണ്ട് എന്തോ കിട്ടുന്നു? പ്രബോധനം കിട്ടുന്നു. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു വന്നേച്ച് അടുത്തതായിട്ട് പറയുക, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാരാണ്? പലപ്പോഴും നമുക്ക് എളുപ്പം എന്താണെന്നറിയോ? മറ്റുള്ളവൻ്റെ തെറ്റ് ഗ്രഹിക്കാനാണ്, ഇല്ലേ? അത് കുറേ കൂടെ ഈസിയാണ്. വേറൊരുത്തൻ്റെ തെറ്റിനെ എളുപ്പം കാണാൻ നമുക്ക് സഭയിൽ വരുമ്പോൾ സഭയിൽ ഇന്നാൾ കുഴപ്പം, ഇന്നാൾ കുഴപ്പം, അവൻ കുഴപ്പം, ഇവൻ കുഴപ്പം, എല്ലാവരും കുഴപ്പം. ഞാൻ കുഴപ്പമില്ല. എൻ്റെ ചിന്ത ഏതാ? ഞാൻ നോക്കുമ്പോൾ ഇന്ന പാസ്റ്റർ കുഴപ്പക്കാരൻ, ഇന്നാൾ കുഴപ്പക്കാരൻ, ഇന്ന സെൻട്രൽ പാസ്റ്റർ കുഴപ്പക്കാരൻ, എനിക്കെന്നാ ഒരു കുഴപ്പമില്ല. എന്നാൽ സ്പെഷ്യൽ റെവലേഷൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? വേറൊരുത്തൻ്റെ കണക്ക് കൊടുക്കാനൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെന്താണെന്നറിയാമോ? അവനവൻ ദൈവസന്നിധാനത്തിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്പെഷ്യൽ റെവലേഷനെ കുറിച്ച് ദാവീദ് പറയുകയാണ്, അയ്യോ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനോ, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ മോചിക്കണമേ. എന്നിട്ട് പറയുക, കർത്താവേ, എൻ്റെ വായിലെ വാക്ക് മാത്രമല്ല, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം കൂടെ അങ്ങക്ക് പ്രസാദമാകണമേ. എൻ്റെ ഹൃദയത്തിലെ ധ്യാനം കൂടെ പ്രസാദമാകണമേ. കാരണം ഐ ആം ലെയ്ഡ് ബെയർ ബിഫോർ ദിസ് സ്പെഷ്യൽ റെവലേഷൻ ഫ്രം ഗോഡ്. സ്പെഷ്യൽ റെവലേഷൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരട്ടെ. ഇവിടെ നമ്മൾ വായിച്ച ആ വേദഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ക്രിയേഷണൽ റെവലേഷൻ ദൈവം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇത് ദൈവം തന്നെക്കുറിച്ചുള്ള വെളിപ്പാട് ആർക്കും കൊടുക്കാതെ ഇരുന്നിട്ടില്ല. പൊതുവാകുന്ന ആ വെളിപ്പാട് ആർക്കൊക്കെ കിട്ടിയോ അതിൻ്റെ വെളിച്ചത്തിലാണ് ശിക്ഷാവിധി ഉള്ളത്. എന്ന് പറഞ്ഞാൽ വചനം വളരെ ക്ലിയറാണ്. ദേ ആർ വിത്തൗട്ട് എക്സ്ക്യൂസ്. ആർക്കും എക്സ്ക്യൂസ് പറയാൻ പറ്റുകയില്ല. ആർക്കും പറയാൻ പറ്റുകയില്ല ഞാൻ സുവിശേഷം കേട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റുകയില്ല. ആർക്കും പറയാൻ പറ്റത്തില്ല എനിക്കൊരു ചർച്ചിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റുകയില്ല. ദേ ആർ വിത്തൗട്ട് എക്സ്ക്യൂസ്. വിത്തൗട്ട് എക്സ്ക്യൂസ്. ആ കാര്യം പൗലോസ് പറയുക. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ വെളിപ്പാട് ദൈവം കൊടുത്തതിൻ്റെ ഉദ്ദേശം, സൃഷ്ടിയിൽ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം, ആ ലഭിച്ച സത്യത്തിന് അനുസരണമായിട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരകമായിട്ടാണ് അത് നൽകിയിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അതിനെ എന്ത് ചെയ്യുന്നു? സപ്രസ് ചെയ്യുക. അങ്ങനെ സപ്രസ് ചെയ്യുന്നത് കൊണ്ട് അതിനെതിരെയാണ് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയാ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത്? ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത് ഒരു ദിവസമുണ്ട് എന്ന് നമുക്കറിയാം. ആ കോപ ദിവസത്തെക്കുറിച്ചൊക്കെ ഈ റോമാലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസം ഫൈനൽ ഡേയാണ്. ഫൈനൽ ഡേയാണ്. മാത്രമല്ല വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനും തൻ്റെ പുത്രനുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ വരുവാനുള്ള ആ കോപത്തിൻ്റെ ആത്യന്തികമാകുന്ന പ്രദർശനത്തെക്കുറിച്ചാണ്.
എന്നാൽ ഇനിയും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്ന പദം ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബീയിങ് റിവീൽഡ്. ഇപ്പം തന്നെ വെളിപ്പെടുകയാണ്. അതെങ്ങനെയാണെന്ന് പൗലോസ് പറയുകയാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത്? 24-ാം വാക്യം ഒന്ന് വായിച്ചു. ഏൽപ്പിച്ചു. God gave them over. അടുത്തത് അതിൻ്റെ 26-ാം വാക്യം. 26. ഏൽപ്പിച്ചു. God gave them over. ഇനി അതിൻ്റെ 28-ാമത്തെ വാക്യം. നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. God gave them over. നമ്മൾ ദൈവകോപം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, പണ്ട് സുനാമി അടിച്ചപ്പോഴൊക്കെ പലരും പറഞ്ഞു ഒരു ദൈവത്തിൻ്റെ കോപമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനാണെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ട് ഞായറാഴ്ച ദിവസം രാവിലെ കർത്തൃമേശയോടുകൂടെ ദൈവത്തെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൂടി വന്ന സഭാ ഹോളുകൾ ഉൾപ്പെടെ അടിച്ച് കടലിൽ പോയല്ലോ, ശ്രീലങ്കയിലും മറ്റും. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? വേണേ പറയാം അവർക്കെതിരെയുള്ള ദൈവത്തിൻ്റെ കോപമാണ്. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ വാക്യമുള്ളൂ, യേശു പറഞ്ഞ കാര്യം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. അതേ ഉള്ളൂ ഉത്തരം. ആകട്ടെ, അപ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു കാര്യം, ഈ നമ്മുടെ ഈ പാൻഡമിക് തുടങ്ങിയപ്പം കുറേ പ്രസംഗങ്ങൾ, ഇപ്പോഴവരെല്ലാം മിണ്ടുന്നേ ഇല്ല കേട്ടോ. തുടങ്ങിയപ്പോൾ കേട്ടു ദൈവത്തിൻ്റെ കോപം. അപ്പോൾ അന്ന് കേരളത്തിലൊന്നും വലിയ പ്രശ്നം ഇല്ലാതിരുന്ന ഒരു സമയം. ദൈവത്തിൻ്റെ കോപ പിന്നങ്ങ് മിണ്ടാതായി. സ്തോത്രം, അത്രയും മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രകൃതിയിലെ ആ കാര്യങ്ങളെ ദൈവം ഉപയോഗിക്കുകയല്ലെന്നല്ല ഞാൻ പറയുന്നത്. കാരണം കാറ്റുകളെ ദൈവം എന്താക്കുന്നു? തൻ്റെ ദൂതന്മാരും ശുശ്രൂഷക്കാരും ആക്കുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് എന്തും ഉപയോഗിക്കാം. God is in his freedom to choose whatever means to punish human beings. God knows what to do. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. God's wrath is being revealed. പ്രകൃതി ഇപ്പം ശിക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാറ്റടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇടപെട്ടിട്ട് ദൈവം ഒരു ശിക്ഷ അയക്കുക. എന്നാൽ ഇവിടുത്തെ പ്രശ്നം അതല്ല. God doesn't intervene. He let people to live as they please. This is so frightening. ഇത് ഭയങ്കര ഭയമുളവാക്കുന്ന കാര്യം. എന്താ? I am sinning. പാപം ചെയ്യുക. I know it is sin against God. Again I am sinning. പാപം ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ നോക്കുമ്പം ഒരു കുഴപ്പമില്ല. അന്യഭാഷ പറഞ്ഞു നോക്കി, ഉണ്ട്. കുഴപ്പമില്ല. കർത്തമേശ എടുത്തു നോക്കി, കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. പിന്നെ വച്ചടി കയറ്റമാണ്, ഒരു കുഴപ്പമില്ല. അൺഹോളി പ്രിൻസിപ്പിൾസ് എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ ഉപയോഗിച്ചു. പക്ഷെ നോ പ്രോബ്ലം. അത് ഉപയോഗിച്ചപ്പോഴും ഉയർച്ചയാണ്. കർത്താവ് അങ്ങ് അനുഗ്രഹിച്ച്. മനസ്സിലാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് ഭയങ്കര ഫ്രൈറ്റനിങ്. എന്ത്?
ദൈവം എനിക്ക് തന്ന ആ വെളിച്ചത്തിനനുസരിച്ച് ഐ ഡോണ്ട് ലിവ് അപ് ടു ദ ലൈറ്റ് ഐ റിസീവ്ഡ് അനറ്റ്. ഇൻ ഫാക്ട് ഐ എം ഗോയിങ് അഗെയിൻസ്റ്റ് ദാറ്റ്. ബട്ട് നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. 1-2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ കാഷ്വൽ ടോക്കിൽ ഇങ്ങനെ പറയുകയുണ്ടായി. സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഞാനത് ഐ മൈസെൽഫ് ഹാവ് എക്സ്പീരിയൻസ് ദാറ്റ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. ചില അച്ചാച്ചന്മാരൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ചില കുരുത്തക്കേട് ചെയ്യും, ഞങ്ങളും ചെയ്യും. പക്ഷേ ഞങ്ങളും അവരും ചെയ്ത ഒരേ കുരുത്തക്കേടിന് ടീച്ചർമാർ ചിലപ്പോൾ ഞങ്ങളെ ശിക്ഷിക്കും, അവരെ ശിക്ഷിക്കത്തേയില്ല. ഞാനിങ്ങനെ ഇതെന്നോ അനീതിയാന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ടീച്ചർ ലെറ്റ് ദം ഹാവ് ദെയർ വേ. പക്ഷേ ശിക്ഷിക്കുന്ന ആരെയെന്നറിയാമോ? ടീച്ചർ ഹാസ് എ ഹോപ്പ് ഇൻ സംബഡി. അവനെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. ഗോഡ് ഗേവ് ദം ഓവർ. 1-2 വാക്യങ്ങൾ മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിൻ്റെ അർത്ഥം? ഗോഡ് ഗേവ് ദം ഓവർ എന്ന് പറയുമ്പോൾ, ദൈവം അവരെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. സ്തേഫാനോസിൻ്റെ പ്രസംഗം 7-ാമത്തെ അധ്യായം അപ്പോസ്തലപ്രവൃത്തിയിൽ, ആ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 7-ാമത്തെ അധ്യായം അപ്പോസ്തലപ്രവൃത്തി, അതിൻ്റെ 42-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അത് മാത്രം വായിച്ച് അവസാനിപ്പിക്കാം. വായിച്ചു. ആ, ശ്രദ്ധിക്കണം. ദൈവം എന്തോ ചെയ്തു? അവസാനം എന്തോ ചെയ്തു? അവരെ കൈവിട്ടു. എന്തിനു വേണ്ടി കൈവിട്ടു? വായിച്ചു. വായിച്ചു തന്നെ ഒന്നുകൂടെ വായിച്ചു തരുന്നത്. ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഗോഡ് ഗേവ് ദം ഓവർ എന്ന് പറഞ്ഞാൽ, നിന്നോട് ഞാൻ ഈ വഴിയെ വരാൻ പറഞ്ഞു, നീ അതനുസരിച്ചില്ല. നൗ ഗോ യുവർ വേ, ഗോ ആൻഡ് സിൻ. പ്രവാചകങ്ങളിലുണ്ട്, ഗോ സിൻ ദർ ആൻഡ് ഗോ ടു ബെഥേൽ ആൻഡ് സിൻ മോർ എന്നാണ് പറയുന്നത്. നീ ബെഥേലിലോട്ട് പോയിട്ട് അധികം പാപം ചെയ്തോളാൻ അവിടെ. ഗോഡ് ഗേവിങ് ദം ഓവർ. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവകോപം. മനസ്സിലാക്കണേ, എന്താ ദൈവകോപം? ദൈവം അവരെ ഏൽപ്പിച്ചു. ഗോഡ് ഗേവ് ദം ഓവർ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടിക്കാം. ഫാദർ, കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ കരുത്താൽ ഞങ്ങളെ നടത്തണമേ. ഡോണ്ട് എവർ ലെറ്റ് us go from your presence. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യില്ലേ? തള്ളിക്കളയല്ലേ കർത്താവേ. പിതാവേ, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ ബാലശിക്ഷ ഞങ്ങൾക്ക് തരണമേ. തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് ഞങ്ങളെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു എന്നടിയങ്ങൾ കേൾക്കുന്നുവല്ലോ, വായിക്കുന്നുവല്ലോ. ആ വചനപ്രകാരം അവിടുത്തെ കറക്ഷൻ തന്നു ഞങ്ങളെ നടത്തണമേ. ഞങ്ങളെ നേരായ പാതയിൽ നടത്തണമേ. ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾ പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്ക് ലഭിച്ച സത്യത്തിന് ഒത്തവണ്ണം ജീവിച്ചില്ല എന്ന കുറവ് ഞങ്ങൾ സമ്മതിക്കുന്നു. അവിടുത്തെ കൃപയാൽ അടിയങ്ങളെ നിറയ്ക്കണം. പിതാവേ, അടിയങ്ങൾ കടന്നു പോകുന്നു. തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ അടിയങ്ങളെ അയക്കണം. സന്തോഷത്തോടെ വീണ്ടും കടന്നു വന്ന് അപ്പം നുറുക്കുവാൻ ഞങ്ങൾക്കിടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയ പിതാവേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നമ്മെല്ലാവരോടും ലോകമ്പാടുള്ള സകല വിശുദ്ധന്മാരോടുകൂടിയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വരയണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.